നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം നമ ശിവായ. ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകാവുന്നത് തുലാം രാശിയെക്കുറിച്ചാണ്. തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഇവരുടെ ഈ രാശിക്കാർക്ക് ഈ ഗൃഹമാറ്റം കൊണ്ട്, അതായത് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കും ശനി 6-ാം ഭാവത്തിലേക്കും രാഹു 5-ാം ഭാവത്തിലേക്കും കേതു 11-ാം ഭാവത്തിലേക്കും മാറുന്നു. വളരെ കാലങ്ങളായിട്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരികയും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും ഭാഗ്യത്തെ തുണച്ചുകൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പാക്കം വരികയും കർമ്മസംബന്ധമായ മാറ്റങ്ങൾ, ജീവിതത്തിൽ നല്ല ഉയർച്ച, സമാധാനം, സന്തോഷം, സാമ്പത്തിക നേട്ടം എന്നിവയും അതുപോലെ തന്നെ രോഗമില്ലായ്മ, കടം തീരാനുള്ള വഴികൾ തെളിയുക, ശത്രുബാധാദോഷങ്ങൾ മാറിക്കിട്ടുക എന്നീ ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ എന്തും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അതുപോലെ പ്രധാനമായിട്ടും വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും തുളസിമാല ചാർത്തുന്നതും ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി സൂക്ത അർച്ചന, ഗുരുതി പുഷ്പാഞ്ജലി മുതലായ പുഷ്പാഞ്ജലികളും, കൈവട്ടക ഗുരുതി, കടും പായസം, ഇരട്ടി മധുരം കൊണ്ടുള്ള പായസം എന്നിവ നടത്തുന്നതും, നാഗങ്ങൾക്ക് പ്രധാനമായിട്ടും ആയില്യപൂജ നടത്തുന്നതും, ഗണപതി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നതും, വെള്ളിയാഴ്ച തോറും വിളക്ക് വയ്ക്കുന്നതും, കറുകമാല ചാർത്തുന്നതും, അതുപോലെ ഒറ്റയപ്പം വഴിപാട് നടത്തുന്നതും ഇവരുടെ ഫലസിദ്ധിക്ക് ആക്കം കൂട്ടുവാൻ വളരെയധികം ഗുണകരമായിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് പറയാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.